ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷിക ദിനം മുൻനിർത്തി ശബരിമലയിൽ കനത്ത സുരക്ഷ. കേന്ദ്രസേനയും കേരള പോലീസും സംയുക്തമായി ഇന്ന് റൂട്ട് മാർച്ച് നടത്തും. ഭക്തർക്ക് നിയന്ത്രണവും ശക്തമാക്കി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രനാണ് ചെയ്യുന്നത്. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ബാബറി മസ്ജിദ് ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശബരിമല സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അധിക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 ദിവസം, ഇന്നലെയും ഇന്നുമാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 11 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഭക്തരെ 18ാം പടി കയറാൻ അനുവദിക്കില്ല. സാധാരണഗതിയിൽ 18ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് ഈ ഹരിവരാസനം കഴിഞ്ഞാലും 18ാം പടി കയറി ഭക്തരെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സിവിൽ ദർശൻ വഴി രാവിലെ ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കാറുള്ളത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇതിനുള്ള അനുമതിയില്ല. അതുപോലെ തന്നെ ഈ തിരുമുറ്റത്തും പരിസരത്തും ഒക്കെ തന്നെ കേരള പോലീസിന്റെ ആന്റി സബോട്ടേജ് ടീം പ്രത്യേക പരിശോധനയും നടത്തുന്നുണ്ട്. നടയടച്ച ശേഷം ഭക്തർക്ക് ഈ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊരു കാര്യം. അതിനുശേഷം രാവിലെ നട തുറന്നാൽ മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അതുപോലെ തന്നെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ പ്രവർത്തനവും ശക്തമാക്കി. അവർ 8 പേരെ കൂടി അധികമായി ടീമിലേക്ക് നിയമിച്ചിട്ടുമുണ്ട്. ജീവനക്കാരുടെ ഈ ബാരക്കുകളിലടക്കം പരിശോധന ശക്തമാക്കുകയാണ്. ഓരോ ജീവനക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പ്രത്യേകമായി പരിശോധന നടത്താനാണ് തീരുമാനം. അതുപോലെ തന്നെ ഇവർ പ്രവേശിക്കുന്ന സ്റ്റാഫ് ഗേറ്റും അതുപോലെ തന്നെ സ്ഥിരം എൻട്രി പോയിന്റുകളിലൊക്കെ തന്നെ കർശനമായി പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരിച്ചറിയൽ കാർഡോ അതുപോലെ തന്നെ അംഗീകൃത രേഖകളോ ഇല്ലാതെ യാതൊരു കാരണവശാലും ആരെയും തന്നെ ഇവിടേക്ക് കടത്തി വിടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളുടെ തിരക്കായിരുന്നു. 1 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തിയതായി കണക്കുകളിൽ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിന്റെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5000 എന്നുള്ളത് 10,000-ലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പുല്ലുമേട് വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2000 പേരൊക്കെ ആയിരുന്നു എത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 3600 പേരാണ് ഇന്നലെ മാത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ സന്നിധാനത്തേക്ക് എത്തുന്ന ട്രാക്ടറുകളിലും പരിശോധന ശക്തമാക്കിയിരിക്കുന്നു. ഈ ട്രാക്ടറുകൾ കടന്നു വരുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നു. നമുക്കറിയാം, ശനിയും ഞായറും അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരക്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ കേന്ദ്രസേനയും അതുപോലെ തന്നെ കേരള പോലീസും സംയുക്തമായി കൂടുതൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ദർശനം സുഗമമാകുന്നതിനുള്ള ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന, സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് ഏറുകയാണ്. എന്നാൽ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് സുജിത് സുരേന്ദ്രൻ സന്നിധാനത്ത് നിന്ന് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.